വീടുകളിൽ നമുക്കെപ്പോഴും ആഹാര സാധനങ്ങൾ മിച്ചം വരാറുണ്ട്, പ്രത്യേകിച്ച് ചോറ്. ഈ ചോറ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പല റെസിപ്പികളും ചെയ്യാൻ നമുക്ക് സാധിക്കും. അത്തരത്തിൽ മിച്ചം വന്ന ചോറ് കൊണ്ടുണ്ടാക്കിയ 2 മധുരങ്ങളും ഒപ്പം 2 ക്രിസ്പി സ്നാക്സുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവയെ ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ചോറും ശർക്കരയും ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറുത്ത ഹൽവയാണ്. ഹൽവ ഉണ്ടാക്കാനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ചോറ്. അത് ഏത് അരിയുടെ ചോറാണെങ്കിലും ഒരു കുഴപ്പമില്ല. 1/4 കപ്പ് പൊടിച്ച ശർക്കര, പൊടിച്ച ശേഷം 1/4 കപ്പ്. ഒരു 4-5 ഏലക്കായുടെ തരികൾ, 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 3 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് കശുവണ്ടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നമുക്ക് ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അതിന് ഇതുപോലൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് ചോറ് ഈ നെയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി നേരം ഒന്നും ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ആ നെയ്ക്കകത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയാൽ മതി. ഇങ്ങനെ ചോറ് നെയ്ക്കകത്തിട്ട് വഴറ്റുന്നുണ്ടെങ്കിൽ അത് അരച്ചെടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു രുചിയുണ്ടാകും. ഇങ്ങനെ വഴറ്റാതെ വേണമെങ്കിലും നമുക്ക് അരച്ചെടുക്കാം, പക്ഷേ വഴറ്റിയെടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ ഈ ചോറൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കാം. ചോറ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പണി ചെയ്യാം. ഇനി വേണ്ടത് ശർക്കര ഉരുക്കിയെടുക്കണം. ഇതാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അത് തിളച്ചു വരട്ടെ. ഇതാ ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അലുത്ത് വരണം. പൊടിച്ചിട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞു വന്നോളൂ. അത് ഇപ്പം മുഴുവൻ ശർക്കര അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ചില ശർക്കരയ്ക്കകത്ത് ചിലപ്പോൾ അഴുക്കോ ചെറിയ കമ്പിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ കല്ലോ എന്തെങ്കിലുമൊക്കെ കാണും. അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കുന്നത്. കാര്യമായ അഴുക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ശർക്കര അരിച്ചെടുത്തും കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ തണുക്കാൻ മാറ്റി വെച്ചിരുന്ന ചോറ് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതാ ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തി വേണം അരച്ചെടുക്കാൻ. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എടുത്തു വെച്ചിരുന്ന കോൺഫ്ലോർ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കലക്കി വയ്ക്കണം. അപ്പോൾ നമുക്കിനി ഹൽവ ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലൊരു പാൻ സ്റ്റൗവിൽ വെച്ച ശേഷം ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ആ ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ഇനി അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. പാനി ചൂടായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് രണ്ടും തമ്മിൽ അങ്ങനെ മിക്സ് ആകാതെ ഒന്ന് പൊങ്ങിക്കിടക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അത് മാറിക്കോളും. ഇപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ചോറ് അതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കൂട്ടത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്തില്ല എന്ന് വെച്ചിട്ട് ഹൽവയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. ഒരു ടേസ്റ്റ് കൂടുതൽ വരാൻ വേണ്ടി മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ചിലർ തേങ്ങാപ്പാൽ ചേർക്കും. നമ്മളിപ്പോൾ ഇവിടെ അതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. കോൺഫ്ലോർ ഒഴിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വേഗം തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാത്തരികൾ ഒന്ന് ചതച്ച ശേഷം ഇട്ട് കൊടുക്കുക.
കൂട്ടത്തിൽ കശുവണ്ടി ചെറിയ പീസുകളാക്കി അതുകൂടി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ചൂടൊരു മീഡിയം ഫ്ലെയിമിൽ വേണം നിലനിർത്താൻ. കൂടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് പാനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. അത് കാര്യമായിട്ട് അടുക്കി പിടിക്കില്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ കൂടെ അത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളുണ്ടാക്കിയ ഈ ഹൽവയ്ക്കകത്ത് ഞാൻ നെയ്യോ എണ്ണയൊക്കെ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പം എന്താ നോക്കൂ, നമ്മുടെ ഹൽവ മിക്സ് പാത്രത്തിൽ നിന്ന് വേഗം വിട്ടു വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. കുഴഞ്ഞിരിക്കുന്ന ആ പരുവം അങ്ങ് മാറി. മാവ് ഏകദേശ പരുവമായിട്ടുണ്ട്. ഇനി ഒരല്പനേരം കൂടെ മതി. ഈ സമയത്ത് നമുക്ക് ഹൽവയുടെ മിക്സ് ഒഴിച്ചു വെക്കേണ്ട പാത്രം ഒന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഇതുപോലെ ഒരു റൗണ്ടിലുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ അല്പം നെയ്യോ ഓയിലോ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് ആ പാത്രത്തിൻ്റെ അടിയിൽ ഇതുപോലെ കശുവണ്ടിയോ ബദാമോ നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് കശുവണ്ടിയും കുറച്ച് ബദാമും അതുപോലെ കുറച്ച് വെളുത്ത എള്ളും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് അതിനെ ഡെക്കറേറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കൂ. ഇളക്കുന്നുടനെ വേഗം മാവ് ഇങ്ങനെ ഉരുണ്ട് വരുന്നു. ആ ഒരു പരുവമാണ് നമുക്ക് ഹൽവയ്ക്ക് വേണ്ടത്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ തന്നെ ഈ മിക്സ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം മിക്സ് എല്ലാം നമ്മൾ പാത്രത്തിലിട്ട് കഴിഞ്ഞു. ഇനി ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുലായോ എന്തെങ്കിലും വെച്ച് മാവ് എല്ലാ വശത്തും ഒരുപോലെ ആക്കണം. സ്പൂണെ മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം എണ്ണയോ നെയ്യോ അതിലേക്കൊന്ന് തടവി കൊടുത്തതിന് ശേഷം എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്താൽ മതി. മാവ് പരത്തി കൊടുക്കുന്നുണ്ട് മാക്സിമം പ്രസ് ചെയ്ത് വേണം അത് ലെവലാക്കി എടുക്കാൻ. കാരണം അടിവശത്തൊക്കെ നല്ല ലെവലായി വരണം. ഇതുപോലെ മാവെല്ലാം നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ വശത്തേക്കും കശുവണ്ടിയോ വെളുത്ത എള്ളോ എന്തെങ്കിലുമൊക്കെ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹൽവ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടൊന്ന് പോകാനായിട്ട് നമുക്കൊരു മിനിമം 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ കത്തി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ ഒരു അടപ്പ് അതിൻ്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. വേഗം തന്നെ പോരും. നമ്മൾ ഇളക്കിയെടുത്ത് കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ ഇളകിപ്പോരും. അങ്ങനെ മിച്ചം വന്ന ചോറ് കൊണ്ട് നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചോറ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയുകയില്ല. സാധാരണ ഹൽവയുടെ അതേ രുചി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ ഹൽവ ഇവിടെ ഉണ്ടാക്കിയെങ്കിലും ഇവിടെ മക്കൾക്ക് ആർക്കും വലിയ താല്പര്യമില്ല. കാത്തൂനും ചക്കിക്കും മോനും ഒന്നും ഈ ശർക്കര ചേർത്തുള്ള ഹൽവയോട് താല്പര്യമില്ല. അവർക്ക് കളറിലുള്ള ഹൽവ വേണം. ഞാനിതുണ്ടാക്കുന്ന കണ്ടപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് കളറിലുള്ള ഹൽവ ഉണ്ടാക്കി തരണമെന്ന്. ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി കളർ ഹൽവ ഉണ്ടാക്കി. ഇതുണ്ടാക്കിയതിൻ്റെ ക്ലിപ്സ് ഒന്ന് വേഗം കാണിച്ചു തരാം. ആർക്കെങ്കിലും ശർക്കര ചേർക്കാതെ ഇതുപോലെ കളർ ഹൽവ ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടാക്കാമല്ലോ. ഒന്ന് വേഗം കണ്ടു നോക്കിക്കോളൂ. ആദ്യം 2 കപ്പ് ചോറ് നെയ്ക്കകത്തിട്ടൊന്ന് വഴറ്റുന്നു. ചോറ് തണുത്ത ശേഷം നമ്മളത് അരച്ചെടുത്തു. ഇനി വീണ്ടും ഒരു പാനിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട ശേഷം ഈ അരച്ചെടുത്ത ചോറിൻ്റെ മിക്സ് ഒന്ന് നന്നായിട്ട് വഴറ്റണം. അതൊന്ന് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ആവശ്യമനുസരിച്ച് കൂട്ടി കൊടുക്കണം. പഞ്ചസാരയൊന്ന് അലിഞ്ഞ് ഒന്ന് കുറുകി തുടങ്ങുമ്പോഴേക്കും ഏലക്കായും അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് പൊടിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനിയൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂൺ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ടൊമാറ്റോ റെഡാണ് ചേർത്തിരിക്കുന്നത്. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കോൺഫ്ലോർ കലക്കിയത്,
മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ കശുവണ്ടി നുറുക്കിയത്, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ഇളക്കാം. ഇനി മാവിൻ്റെ പരുവമൊക്കെ നമ്മൾ ആദ്യത്തെ ഹൽവായി പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇതിനും. ഇപ്പം എന്താ, മാവ് പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എണ്ണയോ നെയ്യോ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ഈ ചൂടോടെ തന്നെ ഈ ഹൽവയുടെ മിക്സ് നമുക്കിട്ട് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് ലെവലാക്കി കൊടുക്കണം. അതിനുശേഷം കശുവണ്ടിയോ വെളുത്ത എള്ളോ എന്തെങ്കിലും ഉള്ളതനുസരിച്ച് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെഡ് ഹൽവായും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ മിച്ചം വന്ന ചോറ് ഉപയോഗിച്ചുണ്ടാക്കിയ 2 മധുരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും ഓയിലി സ്നാക്സ് ഇഷ്ടമുള്ളവർക്കും വേണ്ടി നമ്മൾ 2 സ്നാക്സാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് റൈസ് ചീസ് ഫില്ലിംഗ്. മിച്ചം വന്ന ചോറും മറ്റു കുറച്ച് സാധനങ്ങളും കൂട്ടത്തിൽ ചീസും ചേർത്ത് തയ്യാറാക്കിയതാണ് ഈ സ്നാക്ക്. ചീസ് ഫില്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമായിരിക്കും. കൂടാതെ അല്പം ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയാനേ ഇല്ല. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 2 കപ്പ് ചോറ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ അതേത് ചോറാണെങ്കിലും കുഴപ്പമില്ല. 1 സവാള അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഇത്. അരിപ്പൊടിയും മൈദയും കൂടെ എടുക്കുന്നതിന് പകരം മൈദ തന്നെയോ അതല്ലെങ്കിൽ മൈദയ്ക്ക് പകരം കടലമാവോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഏതായാലും 1/2 കപ്പ് വേണം. അരിപ്പൊടിയും കൂടെ ചേരുവാണെങ്കിൽ ഒരല്പം ക്രിസ്പിനെസ് വരും. അതുകൊണ്ടാണ് അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത്. 5 വെളുത്തുള്ളി ചതച്ചെടുത്തത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഒരു വലിയ ബൗൾ എടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് വെന്ത ചോറാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോരും. വെള്ളം ഒന്നും ചേർക്കേണ്ട, കൈകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നിടത്തോളം അതിനെ ഉടച്ചെടുത്താൽ മതി. ഇതാ ഈ ഒരു പരുവമാക്കിയാൽ മതി. ബാക്കിയിരിക്കുന്ന ചോറ് നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാകാവൂ. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങോടെയില്ല, എന്നാൽ മിക്സിയിൽ ക്രഷ് ചെയ്യുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഉടയുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടാകുമ്പോൾ ഒരു കറക്റ്റ് ഫോമിലേക്ക് വരും. അതിനാണ് നമ്മളിങ്ങനെ ചെയ്തത്. എന്നിട്ട് നമ്മൾ മറ്റേ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് ഇട്ട് കൊടുക്കണം. ഇതാ ഈ ഒരു പരുവമാക്കിയാൽ മതി. ഇത് കണ്ടോ, ഈ തരത്തിലാണ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തത്. അരഞ്ഞു പോയിട്ടേ ഇല്ല, ഒന്ന് ഉടയുകയും ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാം. ഇനി ഈ ചോറിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാം. ചോറൊക്കെ മിച്ചം വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്ക് തന്നെയാണിത് കേട്ടോ. അവസാനമായിട്ട് മൈദ അരിപ്പൊടിയും കൂടെയുള്ള മിക്സും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴയ്ക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചോറിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം തന്നെ ഉണ്ട്, അത് മതി നമുക്ക് കുഴച്ചെടുക്കാൻ. ഇതാ മാവിപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞു. വെള്ളം നമ്മൾ ഒട്ടും ചേർത്തില്ലെങ്കിലും കണ്ടോ, ആവശ്യത്തിന് വെള്ളമയമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത മൊസറല്ല ചീസാണ്. ഇനി കയ്യിൽ ഇതുപോലെ അല്പം മാവെടുത്ത് പരത്തിയ ശേഷം 1 സ്പൂൺ മൊസറല്ല ചീസ് നടുക്ക് വെച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇനി ഒരെണ്ണം കൂടെ നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. കയ്യെ കൂടുതലായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അല്പം വെള്ളമയം കയ്യെ പുരട്ടിയ ശേഷം പരത്തി കൊടുത്താൽ മതി.
ഇപ്പം എന്താ 3-4 റോള് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുത്തോളുക. അങ്ങനെ നമ്മുടെ റൈസ് ചീസ് ഫില്ലിംഗ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. അല്പം ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാനായി സെർവും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് റൈസ് പക്കോടയാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് തയ്യാറാക്കാൻ ഒട്ടും താമസമില്ല. ആദ്യം ചെയ്യേണ്ടത് 4-5 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും നല്ല തിളച്ച എണ്ണയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് കോരുക. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പക്കോടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പക്കോടയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വേണ്ടത് നമ്മുടെ റൈസ് ചീസ് ഫില്ലിങ്ങിൻ്റെ മാവില്ലേ, അത് ഇതുപോലെ സ്പൂണിലോ അതല്ല എങ്കിൽ കൈ കൊണ്ടോ നുള്ളി എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൈഡൊന്ന് ഫ്രൈ ആകുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ റൈസ് പക്കോട എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മുഴുവൻ മാവും ഇതുപോലെ തന്നെ പക്കോടയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മിച്ചം വന്ന ചോറ് കളയാതെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ഹൽവകളും കൂടാതെ 2 ക്രിസ്പി സ്നാക്സും തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയ ശേഷം ഓൾ എന്ന ഓപ്ഷനും കൂടെ അമർത്തി കൊടുക്കുക. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും എല്ലാവർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കും. കൂടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം മറ്റുള്ളവർക്ക് കാണാനായി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. മറ്റു കുറച്ച് വിഭവങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും എത്താം.